Hi friends, welcome to my venue. അപ്പോൾ ഇന്ന് എന്താ പറയാ മൊഡാൽ സിൽക്കിലുള്ള പ്ലെയിൻ മൊഡാൽ സിൽക്കിലോട്ട് നമ്മൾ ഇതുപോലെ പ്രിന്റ് വരുന്ന മൊഡാൽ സിൽക്കിന്റെ ഒരു പാച്ച് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. ശരിക്കും പ്ലെയിൻ അധികം നമുക്ക് അങ്ങനെ കിട്ടാറില്ല. പ്ലെയിൻ മൊഡാലിന്റെ പ്യുവർ മൊഡാൽ സിൽക്കാണ് വരുന്നത്. പ്ലെയിൻ അത് നല്ല ഗോൾഡൻ കളറിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് രണ്ട് കളേഴ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ചെറിയൊരു മെഹന്തി ഗ്രീൻ ആണ്. സെക്കൻഡ് വൺ ഈ ഒരു നല്ല ഗോൾഡൻ കളറാണ്. അതിനകത്തോട്ട് ഈ പ്യുവർ മൊഡാലിന്റെ അജ്രക് പ്രിന്റ് വരുന്ന ഈ ഒരു ഫാബ്രിക് നമ്മൾ മിഡിൽ പീസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ഈ ഒരു ടൈപ്പ് കോളറാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ ഒരു കോളർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് യോക്ക് സെപ്പറേറ്റ് ചെയ്ത് ഈ ഒരു മിഡിൽ പീസ് കൊടുത്തിട്ടുണ്ട്. അത് എ ലൈനിലാണ്. ശരിക്കും നോർമലി നമ്മൾ മൊഡാലൊക്കെ ചെയ്യുമ്പം സ്ലിറ്റിലോട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇതിപ്പം എ ലൈനിൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീറ്റ്സ് ഇടുന്നതോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു ഫ്രണ്ട് പ്ലീറ്റ്സ് ഒന്നും ഇല്ലാതെ ചുമ്മാ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ മിഡിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു ഫ്രോക്ക് പോലെ താഴെ ഒരു നമുക്ക് ബ്ലാക്ക് ബോട്ടോ എന്ത് വേണമെങ്കിലും ബോട്ടം ഒരു പെയർ ചെയ്താൽ മതി. ബോട്ടം അത്ര വിസിബിൾ ആവണം എന്നില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഏറ്റവും ഇതാണ്. പിന്നെ നമ്മൾ ഇത് ഇച്ചിരി ടൈറ്റ് ഫിറ്റിനെക്കാട്ടിലും നല്ലത് കുറച്ചൊരു ലൂസ് ഫിറ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ലേ. അപ്പൊ കുറച്ചൊരു ലൂസ് ഫിറ്റിലേക്ക് ഞാൻ ചെയ്തേക്കുന്നത്. ഞാൻ അതിന്റെ അടുത്ത കളർ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഇതാണ് ഈ ഒരു മിഡിൽ പീസ് വെച്ചേക്കുന്ന അജ്രക്കിന്റെ പ്യൂർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നത്. ഇതുപോലത്തെ ഈ ഒരു ലൈൻസ് വരുന്ന ഈ ഒരു സ്ട്രൈപ്സിൽ സിക്സാഗ് പോലെ വരുന്ന ഡിസൈനെ കൊടുത്തേക്കണേ. അപ്പോൾ ബാക്ക് സൈഡ് ഇതേപോലെ പ്ലെയിൻ ആണ്. അപ്പൊ ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. വിത്തൗട്ട് ലൈനിങ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കുറച്ച് ലൂസ് ഫിറ്റ് ആയിരിക്കും നല്ലത്. കാരണം ഈ ഒരു പോർഷനിലൊക്കെ പിന്നി പോകാൻ നോക്കണം എപ്പോഴും. മൊഡാല് സിൽക്ക് പ്യുവർ ആയതുകൊണ്ട് നമ്മൾ ഈ റോസ് സിൽക്ക് ഒക്കെ കെയർ ചെയ്യണ പോലെ തന്നെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് വിത്ത് ലൈനിങ് വേണം എന്നുള്ളവർക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ. വിത്ത് ലൈനിങ് ഒരു കുറച്ചൊരു ഗ്യാരണ്ടി ഒരു സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു പാറ്റേൺ കൂടെ വേറെ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ അടുത്ത കളർ ഇതാണ് കേട്ടോ. ഒരു മെഹന്തി ഗ്രീൻ ആയിട്ടാണ് ഇത് നമ്മൾ നല്ലൊരു ഫ്രോക്ക് പോലെ ചെയ്തേക്കുന്നത്. ഇതിന്റെ നെക്ക് ഇതേപോലെ തന്നെ സെയിം ആ ഒരു കോളറൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതും എ ലൈൻ തന്നെയാണ് നമ്മൾ ഇതും ചെയ്തേക്കുന്നത്. അപ്പൊ സ്ലിറ്റ് വേണം എന്നുള്ളവർ സ്ലിറ്റ് വിത്ത് ലൈനിങ് ആണെങ്കിലും പറഞ്ഞു. പക്ഷെ നമുക്ക് പ്ലെയിനിന്റെ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അപ്പം ഇതുപോലെ ആയിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. രണ്ട് സൈഡ് ഞാൻ പറഞ്ഞു മൊഡാൽ ഇങ്ങനെ ഒരു തൂങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലുക്ക് ആയിരിക്കും. കുറച്ചൊരു ലൂസ് ഫിറ്റ് ആയിരിക്കും കേട്ടോ നല്ലത്. കാരണം ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ ഈ സിൽക്ക് കെയർ ചെയ്യുന്ന അതേപോലെ തന്നെ ഇതും ചെയ്യണം. വേർത്തിട്ട് ഉടനെ തന്നെ അങ്ങനെ മടക്കി വെച്ച് വെക്കാതെ നല്ല കുറച്ചൊന്ന് പുറത്തിട്ടിട്ടൊക്കെ ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് മൊഡാൽ ഒന്ന് സൂക്ഷിക്കേണ്ടത്. പിന്നെന്താ കുറച്ച് ഫ്രീ ലൂസ് ഫിറ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. ഇതുപോലെ ആയിരിക്കും. ഓക്കെ, എന്നാൽ ഷേപ്പും ഉണ്ട്. രണ്ട് സൈഡും ഒരു ഹൈലോ പോലെ കണ്ടോ ഇതുപോലെ ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവരും ഒരു ബ്ലാക്ക് ബോട്ടം പെയർ ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ ലുക്ക് ഇതായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ വെയർ ചെയ്തത് ഗോൾഡൻ കളർ ഇതേപോലെ. ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആയിരിക്കും കേട്ടോ. കണ്ടോ ബാക്ക് ഫുൾ നമ്മൾ പ്ലെയിനാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഗോൾഡൻ കളർ. ഇതിന്റെ ഉള്ളിൽ ഒരു ഫാബ്രിക് കണ്ടോ. കോളർ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. കോളർ ഇതുപോലെയാണ് വരുന്നത് കണ്ടോ. അപ്പം വിത്ത് ലൈനിങ് വേണമെന്നുള്ളവർ നേരത്തെ പറയാം. അപ്പൊ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മളെങ്കിലും ഒരു 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. വിത്ത് ലൈനിങ് ഒക്കെ ആകുമ്പോൾ ഡിലേ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.